മല്ലു ഹിന്ദു IAS ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന ഗോപാലകൃഷ്ണൻ IASനെ തിരിച്ചെടുത്തു. വകുപ്പ് തല അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണ് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എന്തായാലും റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ അത് അംഗീകരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി അദ്ദേഹം ഇനി തുടരുമെന്ന് അറിയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഏതൊക്കെ തലത്തിലേക്കാണ് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശകൾ പോകുന്നത്? അതെ ഭദ്ര, റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ മാറ്റി ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത്. ഏകദേശം 2 മാസം മുമ്പാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കുന്നത്. അതിൽ ഈ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിഷയത്തിൽ കൃത്യമായിട്ട് കെ ഗോപാലകൃഷ്ണന് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ ആദ്യ ദിനം മുതൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ നടത്തിയ പരിശോധനകളിലെല്ലാം കെ ഗോപാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുതാ വിരുദ്ധമാണ് എന്നത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നതുമാണ്. ഈ സ്വന്തം ഫോൺ അത് പരിശോധനയ്ക്ക് നൽകുമ്പോഴും അതിലെ എല്ലാ വിവരങ്ങളും ഡിലീറ്റ് ചെയ്ത് ഒരു കാരണവശാലും ആ ഫോണിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനോ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്നോ അറിയാൻ സാധിക്കാത്ത രീതിയിൽ ആക്കിയാണ് ഈ ഫോൺ അടക്കം ഗോപാലകൃഷ്ണൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം തേടി. അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിൽ ഏതൊക്കെ തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയോ ആ ഘട്ടത്തിലൂടെയൊക്കെ തന്നെ അന്വേഷണ സംഘം കടന്നു പോയിട്ടുമുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ തന്നെയാണ് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന പേരിൽ ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തെ IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് മനസ്സിലാകുന്നു. അതേ തുടർന്ന് വലിയ വിവാദം അത് IAS തലപ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ IAS ഉദ്യോഗസ്ഥരെ മതത്തിന്റെ പേരിൽ ചേരിതിരിക്കാൻ നടത്തിയ ശ്രമം അത് അപലപനീയമാണ്. അതുകൊണ്ട് തന്നെ കെ ഗോപാലകൃഷ്ണനെതിരെ വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം വേണം എന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സസ്പെൻഷനായി 2 മാസം എത്തുന്നതിന് മുൻപ് കെ ഗോപാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വകുപ്പ് തല അന്വേഷണത്തിൽ കെ ഗോപാലകൃഷ്ണൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് ഗോപാലകൃഷ്ണൻ ആണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെ തിരിച്ച് സർവീസിൽ എടുക്കാനുള്ള ഒരു തീരുമാനം ആയിരിക്കുന്നത്. അപ്പോഴും ഈ വാട്സപ്പ് ഗ്രൂപ്പ് സംബന്ധിച്ച് എങ്ങനെയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായത്, ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഇത്തരത്തിലൊരു സംഭവം അത് ഗോപാലകൃഷ്ണന്റെ ഫോണിൽ തന്നെ ഉണ്ടാവുകയും ഈ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ സസ്പെൻഷൻ ശേഷം ഇപ്പോൾ വീണ്ടും സർവീസിലേക്ക് കടക്കുന്നു. ഏകദേശം 2 മാസം പോലും സസ്പെൻഷനിൽ ഇരിക്കാൻ ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർവീസിലേക്ക് വീണ്ടും ഗോപാലകൃഷ്ണൻ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് IAS തലപ്പത്ത് വീണ്ടും ഒരു ചേരിതിരിവും അല്ലെങ്കിൽ ഈ എടുത്ത നടപടിയിൽ ഒരു എതിർപ്പും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കെ ഗോപാലകൃഷ്ണനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഇത്തരത്തിൽ വീണ്ടും സർവീസിലേക്ക് കെ ഗോപാലകൃഷ്ണൻ കയറുമ്പോൾ അത് IAS തലപ്പത്ത് തന്നെ വീണ്ടും ഒരു പോരിനിടയാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് സൂര്യ, ഒരു സംരക്ഷണം നൽകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സൂര്യ ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മെമ്മോ ചാർജ് പുറത്തു വന്നിരുന്നു. അതിലൊക്കെ തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഫോൺ ഹാക്ക് ചെയ്തു എന്ന് അദ്ദേഹം ഒരു പരാതി പോലീസിന് നൽകിയിരുന്നു. അത് പിന്നീട് കള്ളമാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും ചാർജ് ഷീറ്റിൽ, ഈ മെമ്മോ ഷീറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, അദ്ദേഹം ഈ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരു മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിരുന്നു. ഇതൊന്നും തന്നെ പരാമർശിക്കാതെയുള്ള മെമ്മോ ആണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നു? നേരത്തെ സൂര്യ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലീൻ ചീറ്റിലേക്ക് പോയത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
തീർച്ചയായും ഭദ്ര, ഈ വിഷയം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നടത്തിയ ഓരോ അന്വേഷണത്തിലും ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലായതാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്വേഷണത്തിൽ പോലീസ് അടക്കമുള്ള സംഘത്തിനും ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞതിലൊക്കെ തന്നെ ഒരു അവ്യക്തതയുണ്ട് എന്നത് മനസ്സിലായിരുന്നു. താൻ ഉണ്ടാക്കിയതല്ല, ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, അവരാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഹിന്ദു മല്ലു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദം അത് തുടക്കം കുറിച്ച സമയത്ത് തന്നെ മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പും ആ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോൺ ഇത്തരത്തിൽ പരിശോധനാ വിധേയമാക്കി നൽകുന്ന സമയത്ത് ആ വിവരങ്ങളൊക്കെ തന്നെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഗോപാലകൃഷ്ണൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ചൂണ്ടിക്കാട്ടി അതിൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പരാതി നൽകുമ്പോഴും അതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കണമെന്നോ ആ അന്വേഷണത്തിൽ എന്താണ് വസ്തുത അത് പുറത്തു വരണമെന്നതോ ഉള്ള ഒരു ആഗ്രഹം ഗോപാലകൃഷ്ണന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഫോണിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അത് നീക്കം ചെയ്യപ്പെടില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഗൂഗിളിനും വാട്സപ്പിനും അടക്കം കത്തയച്ച് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച മറുപടിയിലും ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, അത് ഗോപാലകൃഷ്ണൻ അറിയാതെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന മറുപടിയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെയാണ് ഇത്തരത്തിലൊരു വകുപ്പ് തല അന്വേഷണം കൂടി മറുപക്ഷത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തെളിവുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ കെ ഗോപാലകൃഷ്ണന് എതിരായിട്ട് നിൽക്കുമ്പോഴും വകുപ്പ് തല അന്വേഷണം അത് ഗോപാലകൃഷ്ണന് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വകുപ്പ് തല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷനിൽ നിന്ന് സർവീസിലേക്ക് കയറാനുള്ള ഒരു അനുമതി ഗോപാലകൃഷ്ണന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ മല്ലു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ പല തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉടലെടുക്കുമ്പോഴും ഗോപാലകൃഷ്ണനെ എതിർത്തും അനുകൂലിച്ചും രണ്ട് വിഭാഗങ്ങൾ IAS തലപ്പത്ത് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഗോപാലകൃഷ്ണൻ സർവീസിലേക്ക് കയറുമ്പോൾ അവർക്കിടയിൽ വീണ്ടും ഒരു ഭിന്നതയും വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും സർവീസിലേക്ക് കയറുന്ന സമയത്ത് ഗോപാലകൃഷ്ണനെതിരെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അത് IAS തലപ്പത്ത് ഉണ്ടാകുമോ, അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. എന്തായാലും മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ക്ലീൻ ചിറ്റ് കെ ഗോപാലകൃഷ്ണന് നൽകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഗോപാലകൃഷ്ണൻ വീണ്ടും സർവീസിലേക്ക് കയറുകയാണ്. തീർച്ചയായും സൂര്യ, എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ അത് നേർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകുന്നതിനെതിരെ നേരത്തെ തന്നെ ഈ IAS ഉദ്യോഗസ്ഥരിടയിൽ തന്നെ വലിയ രീതിയിൽ അമർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഗുരുതര ആരോപണങ്ങളെല്ലാം ഒഴിവാക്കിയാണ് ഈ ചാർജ് മെമ്മോ പുറത്തിറക്കിയിട്ടുള്ളത് എന്നതിലും ചില ദുരൂഹതകളുണ്ട്, ചില ആസൂത്രണ നീക്കങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു ഈ IAS IAS ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ. എന്തായാലും ഇപ്പോൾ മല്ലു IAS ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന ഗോപാലകൃഷ്ണൻ IASനെ തിരിച്ചെടുത്തിരിക്കുന്നു. അദ്ദേഹം വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി തുടരും. ആംബുലൻസിന്